ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇന്ന് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. റിട്ടയർഡ് ജനറൽ ശ്രീ ഇന്ദ്രബാലൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. സർ, താങ്കൾ എപ്പോഴാണ് ഈ ടീമിന്റെ ഭാഗമാവുക? സർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോ എലീന ജിയോ സിസ്റ്റംസ് ബാംഗ്ലൂർ അവിടെ ആയിരുന്നു 2 മണിക്കൂർ. അവിടുന്ന് വി ഹാവ് ടേക്കൻ വൺ ഹൈലി ആക്യുറേറ്റ് ഹാൻഡിൽ നാവിഗേറ്റർ ഡെവലപ്ഡ് ബൈ ദിസ് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി. വി വർ അണ്ടർസ്റ്റാൻഡിംഗ് ദി യൂട്ടിലൈസേഷൻ ഓഫ് ദാറ്റ്. അതിലിപ്പോ ഞങ്ങള് വി ഹാവ് ലോഡഡ് ദ മാപ്സ് മെന്റ് ഫോർ ഷുറൂർ, Ankola district, so that the map accuracy is also available. They have collaborating with us in this whole rescue effort, Elena Geosystems in a team, and they are sending one person along with 2 handheld navigators to support this entire search mission. We are just leaving, and Karnataka government has provided us police to ensure that we don't miss the flight. We are just on the way to the airport. Sir, can you tell me a little more about this operational machine, how it works and what is the purpose? Yes, the machine being deployed is from New Works Technology, which is Delhi WS system, which is a system drone platform along with an RF transmitter, RF receiver, interpreter, analyzer, and also the operating platform, what we are going to deploy. But the system which has got higher reliability RF also has to have very accurate navigation system because of to get the right positioning. അതിനാണ് ഞങ്ങളിവിടെ വന്നിട്ട് പൊസിഷൻ ആക്യുറസി ഇംപ്രൂവ് ചെയ്യുന്നത്. The reason being that the GPS coverage in India as to what is popularly thought is not very good. Their accuracy, what they give for general public, is much lower than what they use for their own military purpose. Whereas here we require higher accuracy. Our Indian developed Navis system, which has been brought to market by Elena Geo Systems, which is still under big commercialization, they have a higher accuracy that we have studied over last 2 years. അതിനാണ് ഞങ്ങൾ ഇവരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ സെർച്ച് മിഷനിൽ കൊണ്ടുവരുന്നത്. ഇന്ദ്രബാലൻ സർ, ഐ നോ യു ആർ ഗോയിങ് ടു ബി പാർട്ട് ഓഫ് എ വെരി ടഫ് ടാസ്ക്. കാരണം ഈ 8 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ തിരച്ചിലിലേക്ക് പോവുകയാണ്. ആൻഡ് എനിക്കറിയാം ഇതൊരു ദാറ്റ് ഐ ആം ഗോയിങ് ടു ആസ്ക് എ വെരി ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. പക്ഷേ സിൻസ് ഇറ്റ് ഈസ് എ നീഡ് ഓഫ് ദ അവർ, ഞാൻ അത് ചോദിക്കുകയാണ്. താങ്കളുടെ ഒരു അനുഭവ പരിചയത്തിൽ ഈ ദൗത്യത്തിൽ വിജയം കാണാൻ എത്ര സമയം വേണ്ടിവരും ഇന്ന് താങ്കൾ അതിന്റെ ഭാഗമാകുമ്പോൾ? അതിന്റെ ദി ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് അവിടെ എത്തിയിട്ട് ഹൗ ഡു വി ഐഡന്റിഫൈ ഞങ്ങളുടെ സ്റ്റാർട്ട് പോയിന്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ദി ക്രിട്ടിക്കൽ ഡിസിഷൻ. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് പോയിന്റിന് റോങ് ആയി കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് വണ്ടിയുടെ അവിടെ എത്തുക. അത് കുറെ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. മേ ടേക്ക് 1 day more, 2 days more. ബട്ട് നമുക്കൊരു നല്ല ബ്രീഫിംഗ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രം ഓൾ ദോസ് പീപ്പിൾ ഹു ഹാവ് സോ ഫാർ വർക്ക് ദെയർ, വാട്ട് ഓൾ ദേ ഹാവ് ഫൗണ്ട്, എവിടേക്കാണ് തെരഞ്ഞ്, എന്തൊക്കെ വെച്ചിട്ടാണ് തെരഞ്ഞ്, ദെൻ ദി പീപ്പിൾ ഹു ഹാവ് സ്റ്റഡീഡ് ദി സ്ലൈഡ്, അതൊരു നല്ല അസസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ടുഡേ വി കൻ സിറ്റ് ഡൗൺ ആൻഡ് പ്ലാൻ ദ സ്ട്രാറ്റജി. എവിടുന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്? അതാണ് മോസ്റ്റ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. സോ മൈ റിക്വസ്റ്റ് ടു ഓൾ ദ പീപ്പിൾ ദർ വിൽ ബി, ബൈ ദ ടൈം വി കം us, പ്ലീസ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് വിച്ച് പാർട്ട് ടു സ്റ്റാർട്ട് ഫ്രം. അതിന് ഒരു ബ്രീഫിംഗ് ആണ് ഞങ്ങൾ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് വെൻ വി റീച്ച് ദർ. സർ, ഈ കാര്യത്തിൽ about the point from where you have to start, did you get any information, any idea about that? കാരണം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗംഗാവാലിയിലെ ഈ മണൽക്കൂനയ്ക്കടിയിൽ ഒരുപക്ഷെ ഉണ്ടാകുമെന്നാണ്. ആൻഡ് ഐ പ്രിസ്യൂം that will be the point from where you have to start. അങ്ങനെയാണോ സാർ മനസ്സിലാക്കുന്നത്? കറന്റ്ലി ഞാൻ ടി വിയിൽ കണ്ട് മനസ്സിലാക്കിയതിൽ അതാണ്. പക്ഷേ സിൻസ് വി ഹാവ് ബീൻ ഫോർച്ചുനേറ്റ് ടു ഹാവ് lot of experience of earthquake relief, flood relief, etc. So ground vannal I will have a little better assessment. അവിടുത്തെ ഓൾറെഡി ഡിപ്ലോയിഡ് ഫോഴ്സസിനോട് സംസാരിച്ചിട്ട് ബ്രീഫിംഗ് എടുത്താൽ ഐ മേ ഹാവ് ചേഞ്ച് ലൊക്കേഷൻ. ദാറ്റ് ഡിസിഷൻ ഐ കൻ ഓൺലി ടേക്ക് അവിടെ എത്തിയ ശേഷം. സർ, ഇപ്പോൾ അതാണ് സപ്പോസ് ഇഫ് ദാറ്റ് ഈസ് ദ പോയിന്റ്, അങ്ങനെയാണെങ്കിൽ സാർ അത് എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമായിരിക്കും? If the act is there only, then I think our full area search ചെയ്യാനായിട്ട് we may not need more than 2 to 3 hours. ഇവിടെ ആ ട്രക്ക് ആ ലൊക്കേഷൻ ആണെങ്കിൽ എത്ര സമയം എടുക്കും സർ? ഒരു 3 to 4 hours നമുക്ക് ചെയ്യാൻ പറ്റും. വൺ സ്റ്റാർട്ട് ദി ഓപ്പറേഷൻസ് ടുമോറോ മോർണിംഗ്. ഓക്കെ സാർ, എത്ര മണിക്കായിരിക്കും സാർ അവിടെ എത്തുക? ഞങ്ങൾ 2 മണിക്ക് അവിടെ ഗോവ എയർപോർട്ടിൽ എത്തേണ്ടത്. അവിടുന്ന് ഐ തിങ്ക് കർണാടക ഗവൺമെന്റ് ഈസ് ഹെൽപ്പിംഗ് us to reach that location. They have been very very supportive. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇതൊക്കെ ചെയ്തിട്ട്
ബാറ്ററി നാളെ രാവിലെ എത്തുള്ളൂ. രാജധാനി കാരണം സേഫ്റ്റി ഇഷ്യൂ കാരണം വി കുഡ് നോട്ട് ലോഡ് ഇറ്റ് ഇൻ ദി എയർക്രാഫ്റ്റ്. ഇറ്റ് വാസ് നോട്ട് അഡ്വൈസബിൾ. സോ ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ദിസ് മോർണിംഗ് ഓൾറെഡി. രാജധാനി നമ്മൾ റിസർവേഷൻ കിട്ടി. അപ്പോൾ അവർ ബാറ്ററി എത്തിയത് നമുക്ക് ഓപ്പറേഷൻ തുടങ്ങാൻ പറ്റും നാളെ രാവിലെ. Let me ask you one more thing, sir. What is the idea that you have currently in your mind about this rescue operation? How hard this will be? ബിക്കോസ് നമ്മളിതിന് സെർച്ച്, നമ്മുടെ ഡ്യൂട്ടി സെർച്ച് ആണ്, ഡിറ്റക്ഷൻ ആണ്. ഡിറ്റക്ഷൻ നമ്മൾ ചെയ്ത ശേഷം there are something called as false positive in all these activities. അപ്പോൾ അത് ഈ റെസ്ക്യൂ ടീം will have to then deploy itself and go down and search in that area where we say this is the likely detected location. അതിന്റെ ഒരു ഡെഫേർഡ് ടൈം ഫ്രെയിം, ലീഡ് ടൈം, ലൈറ്റ് ടൈം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഡിറ്റക്ഷൻ ചെയ്യുന്ന കഴിഞ്ഞ ശേഷം ഈ റെസ്ക്യൂ ടീം അകത്ത് കയറുന്ന ദാറ്റ് ഈസ് ഈവൻ മോർ ചാലഞ്ചിങ് ഫോർ ദം ടു ഡു ദാറ്റ്. അപ്പോൾ അതിന് അവർ പ്രിപ്പയർഡ് ആയിരിക്കണം. സർ, ഈ ഓപ്പറേഷൻസിന് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും ആ സമയമാകുമ്പോൾ അവിടെ എത്തുമ്പോൾ ബൈ ദ ടൈം വിൽ ഓൾ ദീസ് ഓപ്പറേഷണൽ എക്യുപ്മെന്റ്സ് റീച്ച് ദ? യെസ്, അതാണ് നമ്മൾ ഡിഫറെന്റ് റൂട്ടിൽ നിന്ന് വരുന്നത്. ഐ ഹാവ് കം വയ ബാംഗ്ലൂർ ടു പിക്കപ്പ് മോർ ആക്യുറേറ്റ് നാവിഗേഷൻ എക്യുപ്മെന്റ്. ട്രെയിനിൽ ഒരു ടീമിനെ അയച്ചിട്ടുണ്ട് സോ ദാറ്റ് ദേ ഡോണ്ട് ഫെയിൽ വിത്ത് ദി ബാറ്ററി. ദേ ഡെഫിനറ്റ്ലി റീച്ച് ദെയർ. ആൻഡ് അതർ പീപ്പിൾ ആർ കമ്മിങ് ബൈ ഫ്ലൈറ്റ് ഫ്രം ഡൽഹി. അങ്ങനെയാണ് നമ്മൾ 3 റൂട്ട് ഉപയോഗിച്ചിട്ട് ഗെറ്റിംഗ് മാക്സിമം പോസിബിൾ സപ്പോർട്ട് ആൻഡ് മോർ ബെറ്റർ എക്യുപ്മെന്റ് കൊണ്ടുവരാൻ അവിടെ. സാർ, ഒരു പോസിറ്റീവ് റിസൾട്ട് ഇന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ എത്തിയിട്ട് അവിടെ ടുഡേ വി ക്യാൻ ഓൺലി അസസ്മെന്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് പോസിറ്റീവ് അസസ്മെന്റ് വിൽ ബി എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ദാറ്റ് ഈസ് മൈ എയിം ടുഡേ. അതായത് സാർ പറയുന്നത് ഇതിന്റെ ഓപ്പറേഷണൽ പാർട്ട് തുടങ്ങുക നാളെ ആയിരിക്കും. അവിടെ എവിടുന്ന തുടങ്ങേണ്ടത്, വാട്ട് ഈസ് റൂട്ട് ടു സെർച്ച്, വാട്ട് ഈസ് ഏരിയ ടു സെർച്ച്, വാട്ട് ഈസ് മെത്തഡോളജി ടു സെർച്ച്, വാട്ട് ഈസ് ദ പാറ്റേൺ ടു സെർച്ച്. ഇതൊക്കെ ഡിസിഷൻ വിൽ ബി ടേക്കിംഗ്. And one more thing, what I understand is that till this time you have not been briefed about all this. They could not brief me കാരണം ഞാനിപ്പോൾ I'm on travel. I'm trying to gather the equipment. I'm trying to gather technology. I'm trying to gather what other support we can get to. അവിടെ എത്തിയ ശേഷം ഇതൊന്നും എനിക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. And while they have been trying to reach out to me, പക്ഷേ I have myself not had the time to engage with them. So you are very much optimistic about this rescue operation, right? Optimism is what drives us all. And hope is what drives us all. Let us all pray with good optimism. Thank you very much, Indrapalan sir, for joining us. ഇന്ദ്രപാലൻ, അദ്ദേഹം റിട്ടയേർഡ് ജനറലാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ തിരച്ചിലിന് ഒരു പുതിയ ദിശ നൽകും. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ. ഇന്ന് അർജുനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്നുള്ളതാണ് നമ്മളും കരുതുന്നത്. പക്ഷേ ഇന്ദ്രപാലൻ സാർ പറയുന്നത് അദ്ദേഹം ഇന്ന് ആ സംഘത്തിനൊപ്പം ചേരാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം അതിൻ്റെ പൂർണ്ണമായ ചിത്രം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ആ ചിത്രം മനസ്സിലാക്കിയ ശേഷം എവിടെ നിന്നാണ് ഈ രക്ഷാദൗത്യം തുടങ്ങേണ്ടത് തൻ്റെ നേതൃത്വത്തിൽ എന്ന കാര്യത്തിൽ തീരുമാനമാണ് ഇന്നുണ്ടാവുക. അതിനുശേഷം നാളെ ആയിരിക്കും ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷണൽ പാർട്ടിലേക്ക് കടക്കുക. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം അടക്കമുള്ള എക്യുപ്മെൻറ്റ്സ് ഇന്ന് പലയിടങ്ങളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം എത്തി അതിനൊരു ഏകോപനം നടത്തിയ ശേഷം നാളെ മുതലായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക. ഇന്നല്ല തിരച്ചിലുണ്ടാവുക. ഇന്ന് അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം എവിടെ നിന്നാണ് തങ്ങൾ തുടങ്ങേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത ശേഷം നാളെ തുടങ്ങുമെന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ്, അതായത് ഈ ലോറിയും അർജുൻ അതിനകത്തുണ്ടെങ്കിൽ അർജുനും ലോറിയും എവിടെ നിൽക്കുന്നു അത് ഡിറ്റക്ട് ചെയ്യുക, അത് കണ്ടെത്തുക എന്നതാണ്. പിന്നീടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തേണ്ടത് നാവികസേനയാണ്, പുഴയിലാണ് ഇത് കണ്ടെത്തുന്നതെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഗംഗാവാലിക്ക് അകത്തെ മൺകൂന കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധനകൾ നടത്താൻ പോകുന്നതെങ്കിൽ ഈ മൺകൂനയ്ക്കടിയിൽ ലോറി അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഇന്ദ്രപാലൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിക്കുക. അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ, പിന്നെയുള്ള രക്ഷാദൗത്യം നടത്തേണ്ടത് നാവികസേനയുടെ സംഘാംഗങ്ങളാണ്. അതായിരിക്കും കുറെ കൂടി പ്രയാസകരമേറിയ, കുറെ കൂടി പ്രതിസന്ധി നിറഞ്ഞ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗം എന്നാണ് ഇന്ദ്രപാലൻ സാർ പറഞ്ഞത്. ഏതായാലും നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത് റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാലൻ ഈ സംഘത്തിൻ്റെ ഭാഗമാവുക ഉച്ച കഴിഞ്ഞായിരിക്കും. അദ്ദേഹം ഇപ്പോൾ എയർപോർട്ടിലാണ്. ഏതാണ്ട് 2 മണിയോടുകൂടി അദ്ദേഹം ഗോവയിൽ വന്നിറങ്ങും. അവിടെ നിന്ന് കർണാടക സർക്കാർ അദ്ദേഹത്തിനെ ഈ സ്പോട്ടിലേക്ക്, അതായത് ഈ ദൗത്യസംഘം നിൽക്കുന്ന രക്ഷാ ദൗത്യം നടക്കുന്ന ഇടത്തേക്ക്, ഷിരൂരിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. അവിടെ എത്തി അദ്ദേഹം മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച ശേഷം എവിടെ നിന്നാണ് ഈ രക്ഷാദൗത്യം തുടങ്ങേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിനുശേഷം നാളെയായിരിക്കും ഈ ഓപ്പറേഷനിലേക്ക് കടക്കുക എന്ന വിവരമാണ് ഇന്ദ്രപാലൻ റിട്ടയർഡ് ജനറൽ ഇപ്പോൾ 24-മായി പങ്കുവച്ചിരിക്കുന്നത്.